ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിനെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കാട്ടിൽ സെൻസസ് യോഗം നടക്കുകയാണ്. ഓരോ മൃഗങ്ങളും അവർക്ക് എത്ര മക്കളുണ്ടെന്ന് വിളിച്ചു പറയണം. അപ്പോൾ ആദ്യം പന്നി പറഞ്ഞു, എനിക്ക് 50 മക്കളുണ്ട്. പിന്നെ മുയലിന് ടോണായിരുന്നു. അപ്പോൾ മുയൽ പറഞ്ഞു, എനിക്ക് കുട്ടികൾ 20. അത് കഴിഞ്ഞപ്പോൾ മാൻ പറഞ്ഞു, എനിക്ക് 22 കുട്ടികളുണ്ട്. പിന്നെ കുരങ്ങൻ പറഞ്ഞു, എനിക്ക് 12. ആന പറഞ്ഞു, എനിക്ക് കുട്ടികൾ 2. അവസാനം സിംഹത്തിന് ടോണായി. സിംഹം പറഞ്ഞു, എനിക്ക് കുട്ടി 1. ഇത് കേട്ട് എല്ലാവരും കൂടി ഭയങ്കര ചിരിയായി. അപ്പം സിംഹം വളരെ ഗൗരവത്തോടെ ആവർത്തിച്ചു, അവൻ സിംഹക്കുട്ടിയാണ്. അതെ, സമഗ്രമായ ഒരൊറ്റ പദ്ധതി മതി ഒരു ഗ്രാമത്തിന്റെ മുഖഛായ മുഴുവനായി മാറ്റാൻ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വിധികർത്താക്കൾ ഡോക്ടർ കെ പി കണ്ണൻ, ശ്രീ ആർ ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, പ്രൊഫസർ എം കെ പ്രസാദ്, കൂടാതെ മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ. സൂപ്പർ സ്പെഷ്യാലിറ്റികളുടെയും സ്കാനിംഗ് സെന്ററുകളുടെയും ഔഷധ കടകളുടെയും ഒക്കെ എണ്ണം വർദ്ധിക്കുന്നത് ചിലപ്പോൾ വികസനത്തിന്റെ ലക്ഷണമായിരിക്കും. എന്നാൽ അത് ഒരിക്കലും ആരോഗ്യമുള്ള ഒരു സമൂഹത്തിന്റെ ലക്ഷണമല്ല. ആരോഗ്യം നമ്മുടെ ജീവിത ശൈലിയിലൂടെ വേണം ആർജിക്കേണ്ടത്. നമുക്ക് സ്വാഗതം ചെയ്യാം ആരോഗ്യ പദ്ധതിയുമായി എത്തിയ എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ. കടുങ്ങല്ലൂരിൽ നിന്നും ഇനി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രത്നമ്മ സുരേഷ്, വൈസ് പ്രസിഡന്റ് ശ്രീ ഇ ബാലകൃഷ്ണപിള്ള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഐഷ ബി എം, മെമ്പർ ശ്രീ ജയലാൽ PA, കൂടാതെ ഹെൽത്ത് സെന്റർ ജീവനക്കാരൻ ശ്രീ അബ്ദുൾ ജലീൽ. എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ഒരു പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൻ്റെ സ്ഥലനാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാവണൻ സീതയെ അപഹരിച്ച് കൊണ്ടുപോകുമ്പോൾ പുഷ്പവിമാനം ജടായു തടയുകയും ജടായുവിൻ്റെ നടു അറ്റുവീണ സ്ഥലമാണ് നടുങ്ങല്ലൂർ. അത് പിന്നീട് കടുങ്ങല്ലൂരായി മാറിയെന്നാണ് അറിയപ്പെടുന്നത്. കൂടാതെ ഇന്ന് നാം അറിയപ്പെടുന്ന ഏറ്റവും നല്ല എഴുത്തുകാരനായ ശ്രീ സേതു സാർ ഞങ്ങളുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി താമസിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീനാരായണ ഗുരുദേവൻ കുടികൊള്ളുന്ന അദ്വൈതാശ്രമം ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ പിന്നിട്ടാൽ ആലുവയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ കണക്കാക്കുന്നു. ഒരു ഗ്രാമത്തിൻ്റെ പൈതൃകം അതിൻ്റെ ചരിത്രമാണ്. മലകളും പുഴകളും വനങ്ങളും ഒക്കെ ചേർന്ന് അവളെ സുന്ദരിയാക്കുന്നു. അതെ, എറണാകുളം ജില്ലയിലെ കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒറ്റ നോട്ടത്തിൽ ഒരു സുന്ദരി തന്നെയാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രം ഗർഭപാത്രത്തിൽ ചുമക്കുന്ന പെരിയാറിന് ഈ ഗ്രാമത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ മുഖ്യ സൗന്ദര്യം ശാന്തമായി ഒഴുകുന്ന ഈ നദി തന്നെയാണ്. എറണാകുളം ജില്ലയിലെ ആലുവയോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. പെരിയാർ തീരം ചേർന്നൊഴുകുന്ന ഈ പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം കാർഷിക മേഖലയും മറ്റൊരു ഭാഗം വ്യാവസായിക മേഖലയുമാണ്. ഇവിടുത്തെ ജനസംഖ്യ ഏകദേശം 45,000-ഓളം വരും. പ്രകൃതി രമണീയമായ ഈ പഞ്ചായത്ത് ധാരാളം സർഗധനരായ പ്രതിഭകൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. സാഹിത്യകാരനായ സേതു, എഴുത്തുകാരിയായ ഗ്രേസി, അന്തരിച്ചുപോയ സിനിമാ നടൻ NF വർഗീസ് എന്നിവർ ഇവരിൽ ചിലർ മാത്രം. പെരുന്തച്ചൻ്റെ കഥയുമായി ബന്ധപ്പെട്ട ഉളിയന്നൂർ ശ്രീ മഹാദേവർ ക്ഷേത്രം
ഇവിടെ ആധ്യാത്മികതയുടെ സുഗന്ധം പരത്തുന്നു. കടുങ്ങന്നൂർ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒട്ടും ഒഴിവാക്കാനാവാത്തതാണ് ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. പറയിപെറ്റ പന്തിരികുലത്തിൽപ്പെട്ട പെരുന്തച്ചനാൽ നിർമ്മിതമാണ് ഈ ക്ഷേത്രമെന്നാണ് ഇവിടുത്തുകാർ വിശ്വസിച്ചു പോരുന്നത്. വ്യവസായ കേന്ദ്രമായ ആലുവയോട് ചേർന്നാണ് ഈ പഞ്ചായത്തിന്റെ സ്ഥാനം. അതുകൊണ്ട് തന്നെ ധാരാളം വ്യവസായ സംരംഭങ്ങളും ഈ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിഷ് സാങ്ച്വറിയും കടുങ്ങല്ലൂരിന് സ്വന്തം. ഇങ്ങനെ വ്യത്യസ്തതകളുടെ ഒരു കേദാരമാണ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. മറ്റ് പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തൊക്കെ വികസന പദ്ധതികളാണ് കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനുള്ളത്? ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി തന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് 2008, 2009, 2009, 2010 എന്നീ 2 വർഷങ്ങളിലായി നടപ്പാക്കിയിട്ടുണ്ട്. സാമൂഹ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുടെ സഹായത്തോടുകൂടി പഞ്ചായത്ത് ഒരു പുതിയ പദ്ധതി നടപ്പാക്കുകയും ഏതാണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ നിർധനരായ 18ഓളം സ്ത്രീകളുടെ വിവാഹം നടത്തുന്നതിനാവശ്യമായി ഓരോ കുടുംബത്തിനും 75,000 രൂപ നൽകിക്കൊണ്ട് 18ഓളം സ്ത്രീകളുടെ വിവാഹം നടത്തുന്ന പദ്ധതി സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ അവസ്ഥ എറണാകുളം ജില്ലയിൽ 88 പഞ്ചായത്തുകളുള്ളതിൽ 88ാമത്തെ സ്ഥാനമായിരുന്നത് ഇന്ന് ഞങ്ങളേറെ മുന്നേറി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലും ഞങ്ങൾക്കേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ വികസന മേഖലയിലേക്കും ഞങ്ങൾക്ക് കാൽവയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിത്രത്തോടു കൂടി തന്നെയാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് തങ്ങളുടെ ഗ്രാമനിവാസികളുടെ ആരോഗ്യത്തിൽ പതിപ്പിക്കുന്ന ശ്രദ്ധ വളരെ അഭിനന്ദനാർഹം തന്നെയാണ്. ഈ പഞ്ചായത്തിൽ 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അവയ്ക്ക് ഉപകേന്ദ്രങ്ങളും ഉണ്ട്. ധാരാളം വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ മേഖലയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. അതിനായി വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പകർച്ചവ്യാധി നിയന്ത്രണ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഇത്തരം കമ്മിറ്റികളാണ് വാർഡുകൾ തോറുമുള്ള ആരോഗ്യ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യത്തോടു കൂടിയ ഇവിടെ രോഗികൾക്ക് 3 നേരവും ഭക്ഷണവും സൗജന്യം. ഞാൻ ഡോക്ടർ എലിസബത്ത് ടി ജോർജ്, ബിനാനിപുരം PHCയിലെ മെഡിക്കൽ ഓഫീസറാണ്. കഴിഞ്ഞ ഒരു 4 വർഷം വരെ ഇവിടെ കിടത്തി ചികിത്സ ഉള്ളതായി രേഖയില്ല. 4 വർഷം മുമ്പാണ് കിടത്തി ചികിത്സ ആദ്യമായി തുടങ്ങിയത്. ഏകദേശം 2000 കൂടുതൽ പ്രതിമാസം OP വരുന്നുണ്ട്. OP വന്ന് ചികിത്സിച്ച് പോകുന്ന രോഗികളുണ്ട്. അതുകൂടാതെ 40-45 പ്രതിമാസം 45ഓളം കിടത്തി ചികിത്സയും ഉണ്ട് രോഗികളുണ്ട്, IP ഉണ്ട്. പിന്നെ സ്റ്റാഫ് ഇവിടെ 3 ഡോക്ടേഴ്സ് ഉണ്ട്, 4 സ്റ്റാഫ് നഴ്സ്, പിന്നെ അതിനനുബന്ധിച്ച് ജീവനക്കാരുണ്ട്. അതുകൂടാതെ ഫീൽഡ് വിഭാഗം ജീവനക്കാർ 24 ജീവനക്കാരുണ്ട് ഈ ഹോസ്പിറ്റലിൽ. ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല പഞ്ചായത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി നിയന്ത്രണ സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇവർ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വാർഡ് തിരിച്ച് ഭവന സന്ദർശനം നടത്തുകയും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. 36 ആശാ പ്രവർത്തകരെയാണ് ഇതിനായി നിയോഗിച്ചിരിക്കുന്നത്. ഭവന സന്ദർശനത്തിനോടൊപ്പം തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ ജനങ്ങൾക്കിവർ ബോധവൽക്കരണം നൽകുകയും ചെയ്യുന്നു. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ജലീൽ സാറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. സാർ, ഈ പഞ്ചായത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിച്ച് നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. മുൻകാലങ്ങളിലുണ്ടായ രോഗങ്ങളെ പറ്റിയെല്ലാം പകർച്ചവ്യാധികളെ സംബന്ധിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാനും പഠനം നടത്താനും കഴിഞ്ഞു. അതിനുശേഷം പഞ്ചായത്ത് തലത്തിൽ നമ്മളൊരു പഞ്ചായത്ത് തല പകർച്ചവ്യാധി നിയന്ത്രണ സമിതിക്ക് തന്നെ രൂപം കൊടുത്തു. ആ സമിതിയുടെ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും കൺവീനർ മെഡിക്കൽ ഓഫീസറുമായിട്ടാണത് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ രോഗവ്യാപ്തി തുടങ്ങുന്നതിന് മുമ്പ്, ഈ രോഗവ്യാപനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആലോചന യോഗങ്ങൾ കൂടുകയും അതിനൊരു തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും എന്തെല്ലാം പ്രവർത്തനങ്ങൾ ആസൂത്രണം എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ആസൂത്രണം ചെയ്യുകയും അത് വാർഡ് തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വാർഡ് തലത്തിൽ വാർഡ് മെമ്പർ കൺവീനർ ചെയർമാനും ആരോഗ്യ പ്രവർത്തക കൺവീനറുമായി വാർഡ് തല കമ്മിറ്റിയും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് തലത്തിൽ ആവിഷ്കരിക്കുന്ന പ്രോഗ്രാം വാർഡ് തലത്തിൽ ഈ സമിതി നടപ്പാക്കുകയും
അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തരികയും അത് നമ്മൾ 3 മാസം 4 മാസം കൂടുമ്പോൾ വീണ്ടും ഒരു റിവ്യൂ നടത്തുകയും ചെയ്യും. പകർച്ചവ്യാധികൾക്കെതിരായി ആയുർവേദവും അലോപ്പതിയും ഉൾപ്പെടെ ചികിത്സാ സൗകര്യങ്ങളും ഈ സമിതിയുടെ മേൽനോട്ടത്തിൽ ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. പകർച്ചവ്യാധി നിവാരണത്തിനായി കൊതുക് നശീകരണം ഒരു യജ്ഞമായി തന്നെ ഇവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലും രോഗപ്രതിരോധ മാർഗങ്ങളിലും സാമൂഹ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, അംഗൻവാടി ജീവനക്കാർ തുടങ്ങിയവരുടെ സേവനം ഈ സമിതി പ്രയോജനപ്പെടുത്തുന്നു. കൊതുക് നശീകരണത്തിനായി വീടുകളുടെ പരിസരങ്ങൾ ഇവർ ശുചീകരിക്കുകയും ലാർവകളെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനായി കൊതുക് നശീകരണ സ്പ്രേ ഇവർ ഉപയോഗപ്പെടുത്തുന്നു. കൂടാതെ കൊതുക് നശീകരണത്തിന് ഒരു വ്യത്യസ്ത മാർഗം ഇവർ പരീക്ഷിച്ച് വിജയിച്ചിരിക്കുകയാണ്. ഗപ്പി മത്സ്യങ്ങളെ ഉപയോഗിച്ച് കൊതുകിന്റെ ലാർവകളെ നശിപ്പിക്കുന്നതാണ് ഈ രീതി. ഇതിലേക്കായി അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേക ടാങ്കുകളിൽ ഇവർ ഗപ്പി മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്. കേരളത്തിലെ മറ്റെല്ലാ പഞ്ചായത്തുകൾക്കും മാതൃകയായി ഒരു ആരോഗ്യ കലണ്ടർ ഇവർ പുറത്തിറക്കുകയും എല്ലാ ഭവനങ്ങളിലും നൽകുകയും ചെയ്യുന്നു. ഈ കലണ്ടറിൽ ഓരോ മാസവും വരാവുന്ന സാംക്രമിക രോഗങ്ങളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആരോഗ്യമേഖലയിൽ രോഗപ്രതിരോധ രംഗത്തും രോഗചികിത്സാ രംഗത്തും തുടങ്ങി എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ച് ഒരു സമ്പൂർണ്ണ ആരോഗ്യ ഗ്രാമമായി മാറാനാണ് പഞ്ചായത്തിന്റെ ശ്രമം. ആദ്യമായിട്ട് വാർഷിക പദ്ധതികളൊക്കെ തയ്യാറാക്കി വളരെ രേഖകളൊക്കെ ഇവിടെ കൊണ്ടുവന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പലരും ഈ ചോദ്യാവലി മാത്രമേ പൂരിപ്പിച്ച് അയക്കാറുള്ളൂ. ഇത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളുടെ രേഖകൾ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം കിട്ടി. ആദ്യമായിട്ടൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. 7 ചതുരശ്ര കിലോമീറ്റർ തികച്ചും ഇല്ലാത്ത ഒരു പഞ്ചായത്താണ്. 6.97 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത്ര ചെറുതാണോ? ഏകദേശം 20 വാർഡുകളുണ്ട്. ഇപ്പൊ തന്നെ 2001 കണക്കനുസരിച്ച് 40,000-ഓളം ജനങ്ങള്. ഇപ്പോ 2010 അപ്പൊ ഒരു 44,000 ജനങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ 1 ചതുരശ്ര കിലോമീറ്ററിന് 6,000-ഓളം ജനങ്ങൾ. അത്രയും അതൊരു നഗരമാണോ എന്നൊരു സംശയം. നഗരവൽക്കരിക്കപ്പെടുന്ന പഞ്ചായത്താണ്. പൊതുജനാരോഗ്യത്തിനെ കുറിച്ച് പ്രത്യേകിച്ചും മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജനം, ഇവയെക്കുറിച്ച് എന്താ പറയാനുള്ളത് പ്രസിഡന്റിന്? മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ മണ്ണിര കമ്പോസ്റ്റ് കൃഷിഭവൻ മുഖേന വിതരണം ചെയ്യുന്നുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് വീടുകളിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാലിന്യങ്ങൾ, അപ്പോൾ ജൈവ മാലിന്യങ്ങൾ സംഭരിക്കാനുള്ള ഒരു സംവിധാനമുണ്ടോ? ജൈവ മാലിന്യങ്ങൾ സംഭരിക്കാനായി ഞങ്ങളിപ്പോഴും പഞ്ചായത്ത് എന്ന നിലയിൽ നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അതിനു വേണ്ടുന്ന ജീവനക്കാരോ അതിനു വേണ്ടുന്ന വാഹനങ്ങളോ ഒന്നും തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല. ലഭ്യമാക്കണ്ട, അതിന് നിങ്ങൾക്ക് ഫണ്ട് ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഫണ്ട് ഉണ്ടെങ്കിലും പഞ്ചായത്ത് എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനടക്കമുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള അനുമതി ഇതുവരെയും ലഭിച്ചിട്ടില്ല. മറ്റ് പല പഞ്ചായത്തുകളും അവർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാഹനങ്ങളും ഒക്കെ വാങ്ങി കുടുംബശ്രീയെ ഏൽപ്പിച്ച് അത് സംഭരിച്ച് കമ്പോസ്റ്റ് ആക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കുകൾ സംഭരിക്കാൻ അജൈവമായിട്ടുള്ള മാലിന്യങ്ങൾ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന് കത്തുകൾ എഴുതുന്നുണ്ട്. പിന്നെ ഒട്ടുമിക്ക ഹോട്ടലുകളിലും ബയോഗ്യാസ് പ്ലാന്റ് ഞങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ തന്നെ ഒരു വലിയ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കും. എല്ലാ ഹോട്ടലുകൾക്കും ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടുണ്ടോ? എല്ലാ ഹോട്ടലുകളോടും ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരുവിധം ഹോട്ടലുകളിലെല്ലാം ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിച്ചിട്ടുണ്ട്. അതിനൊരു നേതൃത്വപരമായിട്ടുള്ള ഒരു ഇത് കൊടുത്തുകൊണ്ട് ഒന്നിച്ച് ഒരു കമ്മ്യൂണിറ്റി ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നതല്ലേ നല്ലത്, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട്. അതെ, ഞങ്ങളുടെ ഒരു വ്യവസായ മേഖലയും കൂടിയാണ് ഈ പഞ്ചായത്തിന്റെ ഒരു പ്രധാന പ്രദേശം. വ്യവസായ മേഖലയാണ്. ഈ വ്യവസായ മേഖലയിൽ ഇതെല്ലാം ആ വ്യവസായ മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന മാലിന്യങ്ങളും കൂടി സംസ്കരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് അടിസ്ഥാനത്തിലൊരു പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഒരു പ്രപ്പോസൽ നിലവിലുണ്ട്. നടപ്പിലായിട്ടില്ല. അല്ല, അപ്പൊ അതുവരെ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മള് മാലിന്യം അങ്ങനെ പഞ്ചായത്ത് തലത്തിൽ മാലിന്യം കളക്ട് ചെയ്യുന്നില്ല. അതാത് വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ ജൈവ മാലിന്യങ്ങൾ അവിടെ വീടുകളിലത്തെ കാര്യം പോട്ടെ, മാർക്കറ്റുകള്, ഹോട്ടലുകള്, അതുമാതിരി റെസ്റ്റോറൻറ്റുകള്, അതുമാതിരി ലോഡ്ജുകള്, ആശുപത്രികള്, സ്ഥാപനങ്ങൾക്കാണല്ലോ വലിയ തോതിലുള്ള മാലിന്യങ്ങൾ കൂടുതലുണ്ടാവുക. അതൊക്കെ അതാത് പ്രദേശങ്ങളിൽ തന്നെ ആസ്പത്രിയിലെ മാലിന്യം അവിടെ തന്നെ. ഇപ്പൊ നമ്മുടെ PH സെന്ററാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ പഞ്ചായത്തിലുള്ളൊരു ആസ്പത്രി. അത് ആ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാനുള്ള ഒരു
അവിടെ എങ്ങനെയാ സംസ്കരിക്കുക